ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സജ്ജനങ്ങളെ, പലവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുപാടിലും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും ദുഃഖവും ദുരിതവും ഒക്കെയുണ്ട്. എന്നിരുന്നാലും നമ്മളെ ഇവിടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളുടെ ആത്മശക്തിയാണ്. അതിനെയൊക്കെ നേരിടാം, ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന ആത്മസത്യം നാം മനസ്സിലാക്കിയാൽ ഇതിനെയൊക്കെ തരണം ചെയ്ത് ജീവിതം സുഗമമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഒരു മുഴം കയറിലോ ഒരു സാരിത്തുമ്പിലോ ഒതുങ്ങേണ്ടതല്ല തൻ്റെ ജീവിതം എന്ന ബോധം ഒരുവന് എപ്പോഴുണ്ടാകുന്നുവോ അതാണ് അവൻ്റെ ഏറ്റവും വലിയ ജീവിത വിജയം തന്നെ. ഇതിനെയൊക്കെ നേരിടാൻ ഒരു ആത്മബലം നമുക്ക് കിട്ടുന്നത് മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകം എന്ന മഹത് കൃതി നമുക്ക് പഠിക്കാൻ സാധിച്ചുവെങ്കിൽ ഇതിനെയൊക്കെ നേരിടാൻ വളരെ നിഷ്പ്രയാസം നമുക്ക് സാധിക്കുന്നതാണ്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന അദ്വൈത സിദ്ധാന്തത്തിലേക്കാണ് ആത്മോപദേശ ശതകം എന്ന മഹത് കൃതി നമ്മളെ കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ആ ബ്രഹ്മസത്യത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ വെറും മിഥ്യയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ്. ആ തിരിച്ചറിവാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം. ഇനി ആ അദ്വൈത സിദ്ധാന്തം എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു മതമന്യന് നിന്ദ്യമൊന്നിലോതും കരുവപരൻ്റെ കണക്കിനൂനമാകും ധരയിലിതിൻ്റെ രഹസ്യമൊന്നു താനെന്നറിവളവും ഭ്രമമെന്നറിഞ്ഞിടേണം. ഒരു മതത്തിൽപ്പെട്ടയാൾക്ക് മറ്റൊരു മതം നിന്ദ്യമായി തോന്നും. എന്നാൽ എല്ലാ മതങ്ങളുടെയും അന്തസത്ത ഒന്നു തന്നെയാണ്. എല്ലാ മതങ്ങളിലും മോക്ഷത്തിലേക്കുള്ള വഴികൾ എത്തിച്ചേരുന്നത് ഒരേ ഇടത്ത് തന്നെയാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതുവരെ തൻ്റെ മതമാണ് ശ്രേഷ്ഠമെന്ന വിചാരം അവനെ കാർന്നു തിന്നുകൊണ്ടേയിരിക്കും. ആ അജ്ഞതയിൽ അവൻ വാണുകൊണ്ടേയിരിക്കും. ഇതിൽ നിന്നൊക്കെയുള്ള മോചനം സാധ്യമാവുന്നത് ആത്മബോധത്തെ അറിയുമ്പോഴാണ്. ഈ ആത്മബോധം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ആത്മോപദേശ ശതകം എന്ന മഹത് കൃതിയിലൂടെ മഹാഗുരു നമ്മെ പഠിപ്പിക്കുന്നത്. മഹാഗുരുവിൻ്റെ മാനവിക വികസന സങ്കല്പവും ധർമ്മസങ്കല്പവും സമന്വയിച്ചതാണ് ആത്മോപദേശ ശതകം. അദ്വൈതത്തിൻ്റെ ജനാധിപത്യവൽക്കരണമാണ് മഹാഗുരു ആത്മോപദേശ ശതകത്തിലൂടെ സാധ്യമാക്കുന്നത്. നീയും ഞാനും തമ്മിൽ ഒരു ഭേദവുമില്ല, അടിയാനും കുടിയാനുമില്ല, അധികാരിയും വിധേയനുമില്ല, എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ബ്രഹ്മം തന്നെയാണ്. ബ്രാഹ്മണനിലും ചണ്ടാളനിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്ന് ശ്രീശങ്കരൻ മനസ്സിലാക്കിയത് മനീഷാ പഞ്ചകത്തിലൂടെയാണ്. എന്നാൽ ആദ്യം മുതൽക്ക് തന്നെ കമ്മാളനെയും ചണ്ടാളനെയും മുൻപേ നടത്തിയാണ് അദ്വൈത സിദ്ധാന്തം ഗുരു കേരളത്തിൽ പ്രാവർത്തികമാക്കിയത്. ആത്മശക്തി നേടിയവന് മാത്രമേ അപരനെ താനായി കാണുവാൻ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് ആത്മോപദേശ ശതകം പ്രദാനം ചെയ്യുന്നത്. ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന ബോധം നമ്മളിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മുടെ പ്രയാസങ്ങളെല്ലാം വെറും മിഥ്യയാണ്, ബ്രഹ്മമാണ് പരമപ്രധാനമായ സത്യം, പരമമായ സത്യമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുന്നതാണ്. ഏതൊരു വലിയ പ്രശ്നങ്ങളും എത്ര വലിയ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഉടനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്ന നമ്മളുടെ മനസ്സിനെ കടിഞ്ഞാണിടുവാൻ ആത്മബോധം സിദ്ധിച്ചവന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. ഇത്തരം ആത്മബോധം കൈവരുവാൻ ആത്മോപദേശ ശതകം ഏവരെയും സഹായിക്കുന്നതാണ്. ഏവർക്കും ആത്മബോധം സിദ്ധിക്കുവാൻ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ഒരു നിമിത്തമായി തീരട്ടെ. അത് പഠിക്കുവാൻ ഏവർക്കും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.